ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ലോക കുതിച്ചു പായുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 6/9/2025 10-ാം ദിനത്തെ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളക്ഷനാണ്. വേറെ ഒന്നുമല്ല, സിനിമ നേടിയിരിക്കുന്നത് 5,10,43,000 രൂപയോളം പ്രീസെയിലൂടെ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇന്നത്തെ ഫൈനൽ? 7 കോടിക്ക് മുകളിലായിരിക്കും കേരള ബോക്സ് ഓഫീസ് ഫൈനൽ വരാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഒപ്പം ചില മിസ്റ്റേക്സ് ഏതെങ്കിലും വീഡിയോയിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ചേക്കണം എന്ന് ഒരു അഭ്യർത്ഥന കൂടെ. എന്താണേലും ഇവിടെ നമുക്ക് ജില്ല തിരിച്ചുള്ള ആ ഒരു കണക്കുകൾ നോക്കാം. തിരുവനന്തപുരം 237 ഷോകളിൽ നിന്ന് 38,801 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 68,63,000 രൂപയോളമാണ് വന്നത്. 57% ഒക്യുപ്പൻസിയിൽ. കൊല്ലത്ത് 112 ഷോകളിൽ നിന്ന് 18,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 30 ലക്ഷം രൂപ വന്നു. പത്തനംതിട്ടയിൽ 28 ഷോകളിൽ നിന്ന് 4,200 മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,42,000 രൂപയാണ് വന്നത്. ആലപ്പുഴ 127 ഷോകളിൽ നിന്ന് 21,000 മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 35 ലക്ഷം വന്നു. കോട്ടയത്ത് 123 ഷോകളിൽ നിന്ന് 22,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 32 ലക്ഷം രൂപ വന്നു. നമുക്ക് ഇടുക്കി 41 ഷോകളിൽ നിന്ന് 6,400 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 9,91,000 രൂപയോളാണ് വന്നത്. എറണാകുളത്ത് 302 ഷോകളുടെ എണ്ണം കൂടുന്നു. 66,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 1,35,00,000 രൂപയാണ് എറണാകുളത്ത് നിന്ന് മാത്രമായി വന്നത്. തൃശ്ശൂർ 235 ഷോകളിൽ നിന്ന് 42,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 64 ലക്ഷം രൂപയാണ് വന്നത്. പാലക്കാട് 123 ഷോകളിൽ നിന്ന് 20,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 28 ലക്ഷം രൂപയും. മലപ്പുറത്ത് 128 ഷോകളിൽ നിന്ന് 17,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22 ലക്ഷം രൂപയുമാണ് വന്നത്. കോഴിക്കോട് 173 ഷോകളിൽ നിന്ന് 25,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 45 ലക്ഷം രൂപയും. വയനാട് 30 ഷോകളിൽ നിന്ന് 2,438 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,40,000 രൂപയുമാണ്. റൗണ്ട് ചെയ്തിട്ടാണ് ഫിഗേഴ്സ് എല്ലാം പറയുന്നത്. കണ്ണൂർ 110 ഷോകളിൽ നിന്ന് 20,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 28 ലക്ഷം രൂപയും വന്നു. കാസർഗോഡ് 37 ഷോകളിൽ നിന്ന് 2,889 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 4,36,000 രൂപയും ഗ്രോസായി വരികയും ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി നമുക്ക് 73%. ഏറ്റവും കുറഞ്ഞ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57%. അതിനിടയിലാണ് എല്ലാ സ്ഥലങ്ങളിലും. ആവറേജ് ആയിട്ടുള്ള ഒക്യുപ്പൻസി 65%. മൊത്തം 1,806 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,08,000 മുകളിലുള്ള ടിക്കറ്റുകൾ പ്രീസെയിലൂടെ വിറ്റുപോയി. നമ്മൾ ഇന്ന് കണ്ട ഒരു കാര്യം, മണിക്കൂറിൽ 25,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു കാര്യം. 5,10,43,000 രൂപ ഫൈനൽ ഗ്രോസായി വരികയും ചെയ്തു. അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമ ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഷോ അവസാനിക്കുമ്പോൾ 7 കോടിക്കും മുതൽ 8 കോടി വരെ എന്തായാലും എത്താനുള്ള ചാൻസുകളുണ്ട്. ഇന്ന് ഒരുപാട് സ്ക്രീനുകൾ കൂട്ടുന്നു, ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. അത്ര ഡിമാൻഡായി വരുമ്പോൾ വേറെ എല്ലാ സിനിമകളെയും ഒരു വള്ളപ്പാട് അകലെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു സിനിമ വലിയ റെക്കോർഡ് തീർക്കുകയാണ്. ഇതിനോടകം നമുക്ക് എല്ലാ ദിവസവും ബോക്സ് ഓഫീസിൽ 10-15 കോടിക്ക് മുകളിൽ നേടുന്ന ഈ ഒരു സിനിമ ഇന്നത്തെ ദിവസം 25 കോടിക്ക് മുകളിൽ, ഒരുപക്ഷെ 30 കോടിയിലേക്ക് എത്താനുള്ള ചാൻസുകളും നമ്മൾ കാണുന്നു. അതായത് ഈ ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് സിനിമ 175 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. അതിന് മുകളിലേക്ക് പോയാൽ അത്ഭുതങ്ങളൊന്നുമില്ല, സന്തോഷം എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.